ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എ പത്മകുമാർ അറസ്റ്റിലായതോടെ ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അറസ്റ്റിലായാലും കുറ്റാരോപിതർ മാത്രമാണ്. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കോടതിയാണ് കണ്ടെത്തേണ്ടത് എന്നും MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റിമാൻഡിലായാൽ കുറ്റക്കാരനെന്ന് അർത്ഥമില്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. അല്ലല്ലല്ല, അപ്പോൾ ഞാൻ പറഞ്ഞത് SIT അറസ്റ്റ് ചെയ്താലും ഇനി ആരറസ്റ്റ് ചെയ്താലും അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാരാ? അതാണ് ഇദ്ദേഹം പറഞ്ഞത്. ആരാ? കുറ്റാരോപിതനാണ്. അയാൾ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ SITക്ക് അവകാശമുണ്ടോ? കോടതിയുടെ ഇല്ല, വെറുതെ പറയാണ്. അവർ ചാർജ് ഷീറ്റ് തയ്യാറാക്കി കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച് കോടതിയിൽ ജുഡീഷ്യറി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴല്ലേ അത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനം വരിക. കോടതി റിമാൻഡ് ചെയ്താൽ അപ്പോൾ ശിക്ഷയായോ? ജുഡീഷ്യൽ കസ്റ്റഡി എന്നാണ്. വെറുതെ ഇങ്ങനെയാണ്. നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല അജ്ഞതയിലാണ് നമ്മളുള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ല, നിങ്ങൾ കോടതി റിമാൻഡ് ചെയ്തെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വന്നതെന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. മനസ്സിലായോ? ആ, ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, വല്ലാത്തൊരു ക്യാപ്സ്യൂൾ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. റിമാൻഡിലായാൽ കുറ്റക്കാരനാണ് എന്ന അർത്ഥമില്ല എന്ന കണ്ടെത്തലാണ് ഗോവിന്ദന്റേതായി പുറത്ത് വരുന്നത്. ഈ വിഷയത്തിൽ നമുക്കറിയാം, പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി CPM പൂർണ്ണമായും പ്രതിരോധത്തിലാകുന്ന സ്ഥിതിയാണ്. ഈ പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പുതിയ ക്യാപ്സ്യൂൾ. എന്തായാലും പുതിയത് എന്ന് പറയാൻ പറ്റില്ല. ഇന്നലെയും വല്ലാത്ത പ്രതിരോധം തീർക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദൻ. അത് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. കുറ്റാരോപിതൻ മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ദിസ്റ്റ് പറയും. തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യായീകരണവുമായി തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടത് എന്ന് തന്നെയാണ് ഏറ്റവും അടുത്ത് പറയേണ്ടത്. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനൊക്കെ തന്നെയും തമാശാപൂർണമായ മറുപടി നൽകുകയായിരുന്നു MV ഗോവിന്ദൻ ചെയ്തത്. അതിൽ പ്രധാനമായും ഏറ്റവും എടുത്തു പറഞ്ഞത്, അതായത് കുറ്റാരോപിതൻ മാത്രമാണ്, ഇതുവരെ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കുറ്റാരോപിതനെതിരെ നടപടി എടുക്കുക എന്നൊരു ചോദ്യം തന്നെയാണ് MV ഗോവിന്ദൻ തിരിച്ചു മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചത്. തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ സാങ്കേതികത്വത്തെ പഴി ചൊല്ലിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കൃത്യമായ വിശദാംശങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് എന്ത് നടപടി സ്വീകരിക്കണം എന്നതിനെ പറ്റി അറിയില്ല, അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രധാനമായും കടകംപള്ളിയും ഈ കേസുമായി ബന്ധപ്പെട്ട അടുത്ത ഉടൻ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരില്ലേ എന്നൊരു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രധാനമായും പറഞ്ഞത്, കടകംപള്ളി ഈ കേസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും തനിക്കറിയില്ല, താൻ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയുവാനില്ല എന്നൊരു കാര്യം തന്നെയാണ് MV ഗോവിന്ദൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് രാഗി, ഈ പ്രതിസ്ഥാനത്ത് തന്നെ പത്മകുമാർ നിൽക്കുമ്പോൾ യാതൊരു തരത്തിലും, അതായത് കൃത്യമായി പറഞ്ഞാൽ ന്യായീകരണവുമായാണ് MV ഗോവിന്ദൻ രംഗത്ത് വരുന്നത്. പത്മകുമാറിനെ സംരക്ഷിക്കുവാനുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. എന്ത് നടപടിയാണ് പാർട്ടി എടുക്കുക എന്ന് ചോദിച്ചപ്പോൾ, ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ, വിശദാംശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരട്ടെ, അതിനുശേഷമാണ് പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും എന്നതിൽ വ്യക്തത വരുത്തുക എന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞു വയ്ക്കുന്നത്. നേരത്തെ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു ന്യായീകരണവുമായി എത്തുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം തമാശാപൂർണമായി ഉത്തരം പറയുന്നു. അതിലൊന്നും അത്ര വലിയൊരു പ്രസക്തി ഇല്ല എന്നൊരു കാര്യം ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് തന്നെയാണ് MV ഗോവിന്ദൻ കടന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ പാർട്ടി തലത്തിൽ എന്ത് നടപടി ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച കൃത്യമായ ഒരു വിശദീകരണം നൽകുവാൻ MV ഗോവിന്ദൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാവും എന്ന് തന്നെ വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ പുതിയ ദേവസ്വം പ്രസിഡന്റിനെ പറ്റിയും വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. ജനങ്ങൾ ആഗ്രഹിച്ചൊരു പ്രസിഡന്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനമായി അദ്ദേഹം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഈ ദൈവതുല്യൻ ആരാണ് എന്നൊരു ചോദ്യം മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് വെച്ചിരുന്നു. അത് അയ്യപ്പനെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് എന്നൊരു തമാശാപൂർണമായ ഒരു മറുപടിയും MV ഗോവിന്ദൻ നൽകാൻ ശ്രമിക്കുകയാണ് രാഗി. തീർച്ചയായും ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ MV ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, ഈ അന്വേഷണം കൃത്യമായ ദിശയിലാണ് പോകുന്നത്. പക്ഷേ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് ഈ പത്മകുമാറിനെ സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ന്യായീകരണവുമായി രംഗത്ത് വരികയും ചെയ്യുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് കൃത്യമായി കോടതി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കട്ടെ, അറസ്റ്റിലായ ഉടൻ തന്നെ ഒരാൾ കുറ്റക്കാരനാവുകയില്ലല്ലോ എന്നൊരു ഒഴുക്കൻ സമീപനം സ്വീകരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഗി.
കൃഷ്ണ, എന്തായാലും ഇനി അടുത്തതാരാണ് എന്ന ചോദ്യം മുന്നിലുണ്ട് എങ്കിൽ പോലും ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇനി അടുത്തത് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് ഘട്ടത്തിലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കും, അദ്ദേഹം ചോദ്യമുനയിലേക്ക് വരുമെന്ന ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ പത്മകുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് ഗോവിന്ദൻ എന്നുള്ളതാണ്. അതായത് ഇനി ഇദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു ബാധ്യത കൂടി CPM-നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തുകൊണ്ടാണ് പാർട്ടിക്ക് അതിൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയാത്തത് എന്ന് തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അയ്യപ്പൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് UDF ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിനെയൊക്കെ തന്നെയും വലിയ പരിഹാസ രൂപേണയാണ് MV ഗോവിന്ദൻ കാണുന്നത്. ഇത്തരത്തിൽ ഇതിനെയൊക്കെ പരിഹാസ രൂപേണ കാണുന്ന MV ഗോവിന്ദൻ എന്തുകൊണ്ടാണ് ഈ പത്മകുമാറിന്റെ വിഷയത്തിൽ നിന്ന് മാറുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം. അതായത് കൃത്യമായി പാർട്ടിക്ക് തങ്ങളുടെ നിലപാടെടുത്തു പറയാം. ആ നിലപാടെടുത്തു പറയുമ്പോഴും കുറ്റാരോപിതൻ മാത്രമാണ്, റിമാൻഡിലായതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരാൾ കുറ്റക്കാരനാവില്ല, മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് തുടങ്ങി തിരിച്ച് മറുചോദ്യം ചോദിച്ച് പ്രതിരോധിക്കാനാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ അടുത്ത് നടന്ന വാർത്താ സമ്മേളനങ്ങളെക്കാൾ വലിയ രീതിയിൽ തമാശ രൂപേണ ചോദ്യങ്ങളെയൊക്കെ തന്നെയും നേരിടുന്ന MV ഗോവിന്ദനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കണ്ട, പാർട്ടി നിലപാടിതാണ്. അതായത് ആദ്യഘട്ടം മുതൽ തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി പറയുന്നത് പോലെ തന്നെ SITയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. കോടതി നേരിട്ട് നടത്തുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൽ കൃത്യമായി സത്യസന്ധത ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മുഖം നോക്കാതെ മറ്റുള്ളവർ ആരായാലും, അതായത് പാർട്ടി ചുമതലയിൽപ്പെട്ട ആരായാലും നടപടിയെടുക്കും തുടങ്ങി കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ച് അല്ലെങ്കിൽ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഒരു മറുപടിയിലേക്ക് തന്നെയാണ് റിമാൻഡിലായാൽ കുറ്റക്കാരനാകില്ല. ഇതാണ് ഇന്ന് MV ഗോവിന്ദൻ വീണ്ടും ഉയർത്തിയ പ്രതിരോധം എന്നുള്ളതാണ്. എന്തായാലും പത്മകുമാറിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം, പാർട്ടിയുടെ തീരുമാനം എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്.